ഹായ് ഹലോ, നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജിയില്ല, ഡിഫറെൻറ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിട്ടുകളയാം. റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഈ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തുമോ എന്നാണ് നമ്മളിന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത്. അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ, പ്രണയിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. വോയിസ് കുറച്ച് പ്രശ്നമുണ്ട്, ഇന്നലെ തീരെ വയ്യായിരുന്നു, അതുകൊണ്ടാണ്. മൗനവ്രതമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. തീരെ പറ്റുണ്ടായില്ല കേട്ടോ സംസാരിക്കാനായിട്ട്. ഇന്ന് ഓക്കെ ആണ്. പേഴ്സണൽ റീഡിങ് ഞാൻ അധികം എടുത്തിട്ടില്ല, പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചാനലിലേക്ക് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടു. അതുകൊണ്ടാണ് നമ്മളിന്ന് റീഡിങ് എടുക്കുന്നത്. കാർഡ് ഷഫിൾ ചെയ്യാണ്. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ യൂണിവേഴ്സ് നമുക്ക് കാർഡ്സിലൂടെ തരാണ് കേട്ടോ. പോസിറ്റീവ് ചിന്തകൾ മാത്രമേ പാടുള്ളൂ. നമുക്കറിയാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഹൈ പ്രീസ്റ്റസ് ആണ്. സെക്കൻഡ് കാർഡ് കിങ് ഓഫ് സ്വർട്സ് കാർഡാണ്. കാണുന്നില്ലേ? ദ ടെമ്പറൻസ്, ഫൈവ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, ടു ഓഫ് കപ്സ്. ഇവിടെ ആൻസർ ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനുള്ള ഉത്തരവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് നോക്കാറില്ല, പക്ഷേ ഇന്ന് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് വാൻഡ്സ് കാർഡാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിവിടെ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് അതിൻ്റെ മീനിങ്ങിലേക്കും കിടക്കാം. ഹൈ പ്രീസ്റ്റസ്. ഇവിടെ അവരുടെ സ്വപ്നങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ പവർഫുൾ വിഷനെയാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അതെ, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഇപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിലാണ്, സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ അവർ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. എന്ത് കാരണത്താലാണ് അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്, സെപ്പറേഷനിലിരിക്കുന്നത് എന്ന് നമുക്ക് മറ്റുള്ള കാർഡ്സിൽ അറിയാൻ പറ്റും. ഇവിടെ യൂണിവേഴ്സ് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ ചോദ്യത്തിനുള്ള ഉത്തരം, ഒരു സത്യം. ആ സത്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിച്ചിരുന്നു? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ? നോക്കാം. കിങ് ഓഫ് സോർട്സ് കാർഡ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി. ലോജിക്കൽ റൂൾസ് ആൻഡ് ലോ എന്നാണ് പറയുന്നത്. അവരിലെ ക്ലിയർ തിങ്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ട്. ഈ സെപ്പറേഷൻ, നോ കോണ്ടാക്ട് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ അവർ നല്ലതുപോലെ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.
സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേറ്റർ ഇവിടെ കാണിക്കുന്നു. സത്യത്തിലും നീതിയിലും മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണിക്കുന്നു. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചറിവ് അവരിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കറേജ് വീണ്ടെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. വൈസ് ഡിസിഷനെയാണ് കാണിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. വളരെ സൂക്ഷ്മമായി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ബന്ധത്തെ കാണുന്നത്, നിരീക്ഷിക്കുന്നത്. ഇവിടെ അവരുടെ ലക്ഷ്യത്തെ കാണിക്കുന്നു. അവർ പ്ലാൻ ചെയ്യുന്ന പദ്ധതികളെ കാണിക്കുന്നു. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ ബന്ധത്തെക്കുറിച്ച് അവർ കാണുന്നത്. ടൈം പാസ് അല്ല. വ്യക്തമായിട്ട് ഇവിടെ കാർഡ്സ് പറയുന്നത് അവരുടെ ലക്ഷ്യം, ആ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഫ്യൂച്ചറിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ദ ടെമ്പറൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സണ് അവർ ചിന്തിക്കുന്നത് ജീവിതത്തിൻ്റെ മധ്യപാതയിലാണ് ഞാൻ. ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല. ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു ലൈഫിലേക്ക് എനിക്ക് എത്തണം. ആ ഒരു ലൈഫ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എൻ്റെ പേഴ്സണുമായിട്ടാണ്. ഇവിടെ നിങ്ങളില്ലാത്ത ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് എല്ലാ രീതിയിലും എനർജി നഷ്ടപ്പെട്ടതുപോലെ ആയിരുന്നു. ഒന്നും ചെയ്യാനായിട്ടൊരു ഉഷാറ് തോന്നില്ല. എല്ലാത്തിലും ഒരു നെഗറ്റീവ് ഫീൽ വരിക. ഓക്കെ, ഇവിടെ ബ്ലൻഡിങ് എനർജി എന്നാണ് ഈ കാർഡ് പറയുന്നത്. എനർജി മാക്സിമം അവർ എടുക്കുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ എനർജി എടുക്കുന്നത്. ഹാർമണി എന്നാണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് യൂണിവേഴ്സ് പറയുന്നത്. അവർ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ലൈഫ് അത് അവർ നല്ലതുപോലെ കാണുന്നുണ്ട്. ക്ഷമയോട് കൂടി തന്നെയാണ് അവർ അവരുടെ പർപ്പസ് കാണുന്നത്. മധ്യപാതയിലാണ് അവരുടെ ലൈഫ്, മിഡിൽ പാത്തിലാണ് അവരുടെ ലൈഫ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ലൈഫിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, എനർജി കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏഞ്ചൽസ് ഉണ്ടെന്ന് പറയുന്നു. ആ ഒരു ഏഞ്ചലിൻ്റെ പവറാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഫൈവ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളും അവരും കാണുവാനായിട്ടുള്ള അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് ഈ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും അവർ പരിശ്രമിക്കുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ലെവലിംഗ് അപ്പാണ് കാണിക്കുന്നത്. ഇവിടെ ആരോ വ്യക്തികൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ സഹായിക്കുന്നുണ്ട്. ഇവിടെ പരിശ്രമിക്കുന്നു. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ആയിട്ട് അവർ നിങ്ങളെ കാണുവാനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും വീണ്ടും പരിശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്ന് തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാണ്. ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ക്വീൻ ഓഫ് വാൻഡ്സ്. എങ്ങനെയാണ് ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോവേണ്ടത്? ഇവിടെ അവർ തന്നെയാണ് ഈ കാര്യത്തിൽ എഫേർട്ട് എടുക്കാൻ ഇനി പോകുന്നത്. അവരുടെ ഉറച്ച നിലപാടിനെ, തീരുമാനത്തെയാണ് വാൻഡ്സ് കാർഡ് പറയുന്നത്. അതും ക്വീൻ ഓഫ് വാൻഡ്സ് കാർഡ്. കോൺഫിഡൻസ് തന്നെയാണ് ഈ കാർഡിൽ അവരുടെ എനർജി ആയിട്ട് പറയുന്നത്. ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനെയാണ്. മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുള്ള വ്യക്തിയുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ അവരാണ് അവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് പിന്നിലാണ് ബാക്കിയുള്ളവർ അവരുടെ വെളിച്ചത്തിൽ അവരോടൊപ്പം വരികയാണ്. അതെന്ന് പറയുന്നത് ലീഡർഷിപ്പിനെയാണ് കാണിക്കുന്നത്. അവരുടെ ഫാമിലിയിലാവാം, അവരുടെ കരിയറിലാവാം, ലീഡർഷിപ്പ് ഉള്ള വ്യക്തിയുടെ എനർജി തന്നെയാണ് പറയുന്നത്. ബ്രൈറ്റ് ലൈറ്റാണ് കേട്ടോ അവരിൽ കാണിക്കുന്നത്. ഇവിടെ അവർ ഇനി അവരുടെ പാഷൻ ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞു. അവരുടെ ലൈഫിൻ്റെ പർപ്പസ് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ സോൾ പർപ്പസിലേക്ക് സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്.
അവരെടുക്കുന്ന ആക്ഷൻ എന്ന് പറയുമ്പോൾ, പരിശ്രമം എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള പ്രണയവും കാണിക്കുന്നു. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള തീരുമാനം ഉറച്ചതാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യൂണിവേഴ്സ് അടുത്ത കാർഡുകളിലായിട്ട് പറയുന്നുണ്ട്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അതെ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ ബന്ധമെന്ന് പറയുന്നത് ആരെക്കൊണ്ടും പിരിക്കാനായിട്ട് സാധിക്കാത്ത ബന്ധം തന്നെയാണ്. 2 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്നത് അതിയായിട്ടുള്ള പ്രണയമാണ്, സ്നേഹമാണ്. ആരെക്കൊണ്ടും ഈ ബന്ധത്തെ പിരിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവരിലുണ്ടാവുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത്, ഇപ്പോഴും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ മാരേജിലേക്ക് എത്താൻ പോകുന്ന വ്യക്തികളുടെ എനർജിയും കാണിക്കുന്നു. കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് കാർഡ് പറയുന്നത്. അവരുടെ ഹേർട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. അവരവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണ് എന്ന് യൂണിവേഴ്സ് പറഞ്ഞു തരികയാണ്. ഇവിടെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഹേർട്ടിനെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളും അവരും തമ്മിലുണ്ട്. ആരൊക്കെ നിങ്ങൾ വേർപ്പെടുത്താനായിട്ട് ശ്രമിച്ചാലും ഡീപ്പ് ബോണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇനി ആരാണ് നിങ്ങളെ വേർപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഡെവിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ലതുപോലെയുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. ധൈര്യമായിട്ടിരിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഈ ബന്ധം എവിടേക്കാണ് എത്താൻ പോകുന്നത്? ബോട്ടം ഓഫ് ദി ഡെക്ക് 4 ഓഫ് വാൺസ് കാർഡാണ്. ഈ പ്രണയബന്ധം സെലിബ്രേഷൻ ആയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഇവിടെ മാരേജ് എന്നാണ് കാർഡ് പറയുന്നത്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള മാരേജ് ലൈഫിനെ തന്നെയാണ്, റിലേഷൻഷിപ്പിനെ തന്നെയാണ് പൂർണ്ണതയിൽ എത്തിക്കാൻ പോകുന്നത്. ഒരു സ്റ്റെബിലിറ്റി ഈ ബന്ധത്തിലുണ്ടാവാൻ പോവുകയാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ നമ്മളല്ല തീരുമാനമെടുക്കുന്നത്, നമുക്ക് വേണ്ടി മറ്റുള്ള വ്യക്തികളുമല്ല തീരുമാനമെടുക്കുന്നത്, പ്രപഞ്ചമാണ്. സോൾ കോൺട്രാക്റ്റ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ കണ്ടുമുട്ടേണ്ടതല്ലായിരുന്നു, നിങ്ങൾ കാണേണ്ടവരാണ് എന്ന് പ്രപഞ്ചം തീരുമാനിച്ചാൽ പിന്നെ എന്തൊരു തടസ്സമുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ ഒന്നാവുക തന്നെ ചെയ്യും. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം യൂണിവേഴ്സ് എന്നിലേക്ക് സാധിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവരെന്നോടൊപ്പം വേണം എന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ സാധ്യമാകുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. മറ്റുള്ള വ്യക്തികളല്ല ഇവിടെ തീരുമാനിക്കേണ്ടതെന്ന് കാർഡ്സ് വീണ്ടും വീണ്ടും പറയുകയാണ്. നമുക്കിനി ഒറക്കിൾ ഡെക്ക് കൂടി എടുക്കാം. കാർഡ് ഇത്തിരി വെയിറ്റ് ഉണ്ട്, ഷഫിൾ ചെയ്യാൻ കുറച്ച് പാടാണ്. എഫെമറൽ, ഡിവൈൻ മാച്ചസ്, celebration, protection, fluttering hearts, open chapter, loyalty,
ephemeral. Having a brief affair or a rocky relationship. Short term, having fun. നിങ്ങളുടെ പ്രണയബന്ധം എന്ന് പറയുന്നത് ഹ്രസ്വകാലമായിരുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. നല്ല രീതിയിൽ ആ സമയത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയണില്ല. ആ ഒരു നിമിഷങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. വളരെ പെട്ടെന്ന് വരികയും അതേ സ്പീഡിൽ തന്നെ ഇല്ലാതാവുകയും ചെയ്തിട്ടുള്ളൊരു ബന്ധമാണ്, സെപ്പറേഷൻ വന്നിട്ടുള്ളൊരു ബന്ധമാണ്. Divine matches, following your destiny and allow that means to be. Soulmate, twin flame. കൂടുതലൊന്നും പറയേണ്ടി വരില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധമെന്ന് പറയുന്നത് സോൾമേറ്റ് തന്നെയാണ്, ട്വിൻ ഫ്ലെയിം തന്നെയാണ്, യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ ഒരുമിപ്പിച്ചതാണ്. ഇനി സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ടുള്ള കാലയളവാണ്. നിങ്ങളുടെ വിധി പിന്തുടരുക എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ പോകുന്ന പ്രണയത്തെയും ഇവിടെ പറയുന്നു. അപ്പോൾ നിങ്ങളെ വിട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ പോവില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നു. Celebration, taking time to appreciate the good things. Happy days, partying. നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കാനായിട്ട് സമയമെടുക്കാനാണ് പറയുന്നത്. നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. കുറച്ചൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു കാലയളവ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുക. പക്ഷേ അത് നിങ്ങൾ അത്രയേറെ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തിലേക്ക് എത്തിക്കുക തന്നെയാണ് പ്രപഞ്ചം തീരുമാനിച്ചിട്ടുള്ളത്. പ്രൊട്ടക്ഷൻ, ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ് ആസ് വെൽ ആസ് ദ റിലേഷൻഷിപ്പ്. സെൽഫ് കെയർ, സാങ്ച്വറി. ഈ ഒരു ബന്ധത്തോടൊപ്പം തന്നെ നിങ്ങളെയും പരിപാലിക്കുക എന്ന് പറയുന്നു. സെൽഫ് ലവ് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് പറയുന്നു. നിങ്ങളും അവരും സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, നോ കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് കാണുന്നു. നിങ്ങളുടെ ആരോഗ്യം പ്രധാനമാണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ പ്രധാനമാണ്, നിങ്ങളെ കെയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറയുന്നു. സെൽഫ് ലവ് ചെയ്യുമ്പോൾ, സെൽഫ് കെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള സമയം അടുത്തടുത്ത് വരും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മറന്നുപോയി. ഫ്ലട്ടറിങ് ഹേർട്സ്, എൻജോയ് ദി റൊമാൻസ് ആൻഡ് ഡിസൈഡ് ഇഫ് യു വാണ്ട്സ് മോർ. സ്വീറ്റ് ഫ്ലിറ്റിംഗ് ഫ്യൂച്ചർ. നിങ്ങളുടെ പ്രണയം ആസ്വദിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനിയും വേണോ എന്ന് ചോദിക്കുന്നു. കാരണം അത്രയേറെ പ്രണയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. വിശ്വസിക്കുക. ഓപ്പൺ ചാപ്റ്റേഴ്സ്, there are still pages to write, so make them great. Revisit, enjoy, keep going. എഴുതാനായിട്ട് ഇനിയും പേജുകൾ ഉണ്ടെന്ന് പറയുന്നേ, മികച്ചതാക്കാൻ പറയാണ്. അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഡയറി എഴുതുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇനി ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എൻ്റെ ലൈഫ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, എൻഡിങ് ആയി, ഇനി വരാൻ പോകുന്നത് ഇതിനേക്കാൾ മികച്ചതാണ്. ആ പേജുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. എഴുതാനായിട്ട് ഒത്തിരി ഉണ്ട്. നിങ്ങൾ ഇന്ന് തനിച്ചിരുന്നിട്ടാണ് ഡയറി എഴുതുന്നതെങ്കിൽ, നിങ്ങൾ വിഷമിച്ചിട്ടാണ് ഡയറി എഴുതുന്നതെങ്കിൽ, ഇനി നിങ്ങൾ സന്തോഷിക്കാൻ പോവാണ്, എൻജോയ് ചെയ്യാൻ പോവാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രയേഴ്സ് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സാധിക്കാത്തൊരൊന്നുമില്ല, ഉറപ്പ് തന്നെയാണ്. ലോയൽറ്റി, സ്റ്റാൻഡിങ് ബൈ ഈച്ച് അതർ ത്രൂ തിക്ക് ആൻഡ് തിൻ. ട്രൂ ലവിനെയാണ് കാണിക്കുന്നത്, ഡിവോഷനെയാണ് കാണിക്കുന്നത്. എല്ലായ്പ്പോഴും ഒപ്പം നിൽക്കാനാണ് പറയുന്നത്. ഉയർച്ച താഴ്ചകൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഒപ്പം നിൽക്കുമ്പോഴാണ് ബന്ധത്തിൻ്റെ ആ ഒരു
ഭംഗിയെന്ന് പറയില്ലേ, അത് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കാണിക്കുന്നുണ്ട്. യഥാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരാണ്. പൂർണ്ണമായിട്ട് അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അതുവരെ ഉണ്ടായിരുന്ന പ്രാർത്ഥന മുടക്കരുത് എന്നതാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഒരു സമയമെന്ന് പറയുന്നത് അത്ര കണ്ട് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ബസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോഴേ ഈ സമയം യൂണിവേഴ്സിന് കൊടുത്തുള്ള സമയം നിങ്ങൾ മറക്കരുത്. അതുപോലെ പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ജീവിതത്തിൽ. ഇപ്പോൾ ഒത്തിരി പേര് റീഡിങ്ങിന് വന്നിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട്. പ്രെയർ മുടക്കും. പ്രെയർ മുടക്കി കഴിഞ്ഞിട്ട് അവർ വീണ്ടും അവിടെ ജീവിതത്തിലേക്ക് പോകും, ഹാപ്പി ആയിട്ട് പോകും. അവിടെയാണ് ഒരു പ്രശ്നങ്ങൾ നടക്കുന്നത്. യൂണിവേഴ്സ് എല്ലാം കണ്ടുകൊണ്ട് എന്നെ നീ മറന്നോന്ന് പോലും യൂണിവേഴ്സ് ചിന്തിക്കുന്നുണ്ട്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചമല്ല, ആരുമല്ല. എന്നിട്ട് വീണ്ടും റീഡിങ്ങിന് വരും. ഒത്തിരി പേരുണ്ട്, ഒരാളെ അല്ല പറയുന്നത്, ഒത്തിരി പേരുണ്ട്. നിംസ് അല്ലെങ്കിൽ മാം എന്നൊക്കെ വിളിച്ചിട്ടാണ് വരിക. ഞാൻ എപ്പോഴും പറയുന്നു നിംസ് എന്ന് വിളിച്ചാൽ മതി, പേഴ്സൺ ആയിട്ട് പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു വരും. നമ്മളെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, അവിടെ പ്രെയറൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴോ വീണ്ടും അവർ വരും. അപ്പോൾ പ്രപഞ്ചത്തെ മറക്കരുത്, പ്രാർത്ഥന മുടക്കരുത്. ഞാനായാലും നിങ്ങളായാലും കുറച്ച് സമയം, 24 മണിക്കൂറില്ലേ ഒരു ദിവസം, കുറച്ച് സമയം നമുക്ക് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാം. പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ, ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ ദൈവത്തെ നല്ലതുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് നല്ലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാനും മറക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ മറക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. ഇവിടെ കാണുന്നുണ്ടോ, വിത്തിൻ 9 months എന്ന് കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്കല്ല ഒരു ഡിലേ കാണിക്കുന്നത്. കാർഡ് ഞാൻ മാറ്റിവെക്കുകയാണ്. ഇവിടെ പ്രപഞ്ചത്തെ മറക്കരുത് എന്ന് പറയുന്ന ആ വ്യക്തികളോട്, ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തികളോടാണ് ഈ കാർഡ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. On 6, 15 or 24 of this month or next, take your spouse or partner's help. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഡേറ്റുകൾ ഓർത്ത് വയ്ക്കാം. നിങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യമുണ്ട്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ സ്പൗസ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർ നിങ്ങളെ സഹായിക്കുന്നു എന്നാണ്. ഇതിലേത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം. മോർ ദാൻ 1 month. അപ്പോൾ 2026 നിങ്ങൾക്കുള്ള മാസം തന്നെയാണ്. പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് അവർ നിങ്ങളിലേക്ക് എത്തട്ടെ. On 9, 18, 27 of this month or next, take your brother or brother-like person's help. സഹോദര തുല്യമായിട്ടുള്ള വ്യക്തി നിങ്ങളെ സഹായിക്കുന്നു. ഡേറ്റുകളാണ് 9, 18, 27 ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം. ഇപ്പോൾ ഓൾറെഡി 9 എന്ന ഡേറ്റ് കഴിഞ്ഞു. ഇൻ 28 days. അപ്പോൾ ഇതിൽ ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കുക, ഇല്ല വെച്ചാൽ വിട്ടുകളയുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യൂണിവേഴ്സ് തന്നു കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടോ, കമ്മിറ്റ്മെൻറ്റിലെത്തുമോ? യെസ്, ഡിവൈൻ കണക്ഷനാണ്. ആരെക്കൊണ്ടും ഈ ബന്ധത്തെ തകർക്കാനായിട്ട് പറ്റില്ല, ഉറപ്പാണ്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.